നിങ്ങളുടെ ഹെയർ ഫോളിന് കാരണം ഹോർമോൺസ് ആണോ? കുളിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ഒരുപാട് മുടി കൊഴിയുന്നുണ്ടോ? മുടിയുടെ ഉള്ളു കുറയുന്നതായിട്ടും ഹെയർ തിന്നാകുന്നത് പോലെയും തോന്നുന്നുണ്ടോ? ഇത് നിങ്ങൾ പല ഹെയർ പ്രോഡക്ട്സ് മാറി മാറി ഉപയോഗിക്കുന്നതിൻ്റെ മാത്രം പ്രശ്നമാവണമെന്നില്ല. PMOS ഉള്ള പല സ്ത്രീകളിലും ഹോർമോൺ ചേഞ്ചസ് കാരണം ഹെയർ ഫോളും ഹെയർ തിന്നിങ്ങും ഉണ്ടാവാം. അതുപോലെ ആൻഡ്രോജൻ പോലുള്ള മെയിൽ ഹോർമോൺസിൻ്റെ ലെവൽ കൂടുമ്പോൾ അത് സ്കാൽപ്പിലെ ഹെയർ ഫോളിക്കിൾസിനെ ബാധിക്കും. അങ്ങനെ ഗ്രാജുവലി ഹെയർ തിന്നാവാൻ കാരണമാകും. അതോടൊപ്പം സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, തൈറോയിഡ് പ്രോബ്ലംസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ഇതുപോലുള്ള മറ്റ് കാരണങ്ങളും ഹെയർ ഫോൾ കൂട്ടാം. അതുകൊണ്ട് PMOS ഉള്ളവർ ഹെയർ ഫോൾ കണ്ട ഉടനെ ഉപയോഗിക്കുന്ന എണ്ണയും ഷാമ്പും ഒക്കെ മാറ്റുന്നതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പകരം റൂട്ട് കോസ് ആദ്യം കറക്റ്റ് ചെയ്യണം. ഹെയർ ഫോളിനൊപ്പം ഇറഗുലർ പീരിയഡ്സ്, ആക്നെ, വെയിറ്റ് ചേഞ്ചസ്, ഫേഷ്യൽ ഹെയർ ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് PMOSൻ്റെ ലക്ഷണമാകാം. അണ്ടർലൈൻ കോസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്കുക, ഹെയർ ഫോൾ ഒരു കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ബോഡി തരുന്ന ഒരു ഹെൽത്ത് സിഗ്നൽ ആയിരിക്കാം. സോ കാരണം കണ്ടെത്തി ആവശ്യമായ മെഡിക്കൽ ഇവാലുവേഷനും കറക്റ്റ് ലൈഫ് സ്റ്റൈൽ സപ്പോർട്ടും സ്വീകരിക്കുക. PMOSനെയും മുടിയുടെ ആരോഗ്യത്തെയും കുറിച്ച് കൂടുതൽ ടിപ്സിനായി ഹെയർ എന്ന് കമൻറ്റ് ചെയ്യാം.